ஏனோ இன்று எந்தன் வாசல் காதல் ஒன்று என்னை காண காத்து நின்றதோ மாலை சாய பூத்திருந்த பூக்கள் எல்லாம் உன்னை சேர ஏக்கம் கொண்டதோ என்ன வேண்டும் என சொல்ல தோன்றவில்லை என்னுள் ஏதோ மாயம் செய்தாய் உயிரை கொள்ளும் உன் கண்கள் கொண்டு நெய்தாய் கொய்தாய் ஹே மௌனம் பேசுதோ காத்து வீசுதோ மீளா வலையில் மாட்டிக்கொண்டேன் தனிமை போதும் என காதல் தேடி வந்தேன் பெண்ணை தேடாமல் தேடி வந்து കേൾക്കാമൽ എല്ലാം തന്ന് സൊല്ലാം ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട് 2 ആയില്ല 3 അല്ല 4 മാസത്തോളമായി ഗ്യാപ്പ് വന്നിട്ട്. ഇപ്പം റെയിൽവേ സ്റ്റേഷനിലാണ്, കോട്ടയം നാഗമ്പടം റെയിൽവേ സ്റ്റേഷനിൽ. ഇന്ന് ഇവിടെ നിന്ന് നേരെ ജമ്മു താവി വരെ പോകുന്ന, അതായത് വൈഷ്ണോദേവി കത്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്. ആ ഹിമസാഗർ എക്സ്പ്രസ്സിൽ 635 രൂപയ്ക്ക് 635 രൂപയ്ക്ക് ജനറലേൽ കോട്ടയത്ത് നിന്ന് ജമ്മു വരെ നമ്മൾ പോവുകയാണ്. അത് കഴിഞ്ഞ് ബാക്കി സീരീസും ഉണ്ട്. കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷം വിഷയത്ത് വന്നിരിക്കുകയാണ്. ചില കളികൾ കാണുവാനും ചിലത് പഠിപ്പിക്കാനും. അപ്പം ഇത്തവണ വെട്ടിന് വെട്ട് ഇടുക്കി ഇടി കുത്തിന് കുത്ത് 2 കൽപ്പിച്ചാണ് ഈ തവണ ഇറങ്ങിയിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് പ്ലാനാണ്. നേരെ ഈ തവണത്തെ സീരീസിലേക്ക് പോവാം. പാലായിൽ നിന്ന് ഇന്നുവരെ കോട്ടയത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ 7 മണിക്കാണ് ഇന്നുപോലെ ട്രെയിന്. അപ്പം എന്നാലും എത്തായിരിക്കും അല്ലേ? ഏഴ് 21 മിനിറ്റ് ഡിലേ ഉണ്ട് ട്രെയിൻ. പക്ഷേ ഇപ്പം 7 മണി ആയതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നടന്നാൽ മതി. അയ്യോ, ഇരുട്ടായ കോട്ടയത്തിൻ്റെ വീതികളിലൂടെ വീണ്ടും നമ്മൾ നടക്കുകയാണ് കേട്ടോ. ഇതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമുക്ക് അവിടെ പോയി ഒന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരാം. ചേട്ടാ ഒരു ജമ്മു താവിയോ? എത്രയാണ് സാറേ? ജമ്മു താവി. ആ ആ താങ്ക് യു സാറേ. ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇപ്പം നിലത്തിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ സീറ്റൊക്കെ കിട്ടിക്കോളും. ഏതായാലും നമുക്ക് ഇത്ര ദൂരമൊക്കെ പോകേണ്ടതല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് എറണാകുളം ടൗണ്, ആലുവ, തൃശ്ശൂർ, ഒറ്റപ്പാലം, പാലക്കാട്, അങ്ങനെ കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പതി, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നിലത്ത് ഇപ്പം ഇവിടെ സീറ്റൊക്കെ കിട്ടി, എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മുകളിൽ പോയി കിടക്കും കേട്ടോ. പിന്നെ മുകളിൽ ഫ്രീ ആയിട്ട് സ്പേസ് കിടപ്പുണ്ട്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പം എന്താ ചപ്പാത്തി 60 രൂപയാണ് പറഞ്ഞത്.
ചപ്പാത്തിയുണ്ട്. ഇപ്പം നിൽക്കുന്ന ബോഗിയുടെ നമ്മൾ കയറിയേക്കുന്ന ബോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള രണ്ടാമത്തെ ബോഗി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തോട്ടും കണക്ഷനില്ല, വേറെ കണക്ഷനില്ല, ഇപ്പുറത്തോട്ടും വേറെ കണക്ഷനില്ല, വേറെ ബോഗിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തെ കയറുന്നവരുടെ എണ്ണം കുറവാണ്. എന്താണ് അതുപോലെ ഇതിൻ്റെ അകത്ത് അധികം ആൾക്കാർ വരുന്നില്ല. എന്നെന്തോ ഭാഗ്യം കൊണ്ട്. പിന്നെ ഞാൻ ലിപ് ബാം മേടിക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചുണ്ടൊക്കെ പോയെന്നൊക്കെ ഇരിക്കും. ഇപ്പം നമ്മൾ പാലക്കാട് ജംഗ്ഷനാണ് കേട്ടോ. ട്രെയിനിലൊന്നും സാധാരണ അത്ര നമ്മൾ കാണാറുള്ള അത്ര തിരക്കില്ല. അത് നല്ല കാര്യം, അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരും ജനറൽ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്ന് ഉറപ്പില്ലായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇന്ന് കിട്ടും, നാളെ തിരക്കായിരിക്കാം, എല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇന്ന് രാവിലെ നമ്മുടെ ട്രെയിന് കട്ടപ്പാടി, ചിറ്റൂര്, നീലൂര്, തിരുപ്പതി, ഗുഡൂര് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഓർത്ത് പറയാൻ ഇത്തിരി എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും പറയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താണ് വിജയവാഡ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒൺഗോളെ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളാണ് വരുന്നത്. ഇപ്പം കഴിഞ്ഞ തവണ വന്ന പോലെയല്ല, ഇവിടെ എല്ലാം പാടങ്ങളെല്ലാം കൂടുതൽ പച്ചയായി. പിന്നെ രാവിലെ തൊട്ട് ബോഗിയിൽ നല്ല തിരക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ആ ഒരു സേഫ് സോൺ കണ്ടെത്തി ആ സീറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു ഇത്ര നേരം. ഇപ്പം കുറച്ച് നേരം വെളിയിലോട്ട് ഇറങ്ങിയതാണ്. ഇഡലി, വട, അതുപോലെ നല്ലൊരു ചായ. ഇത് വിരൂഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അണ്ണനാണ്. അണ്ണ ഒരു ഹായ് ചൊല്ലുമ്പോ. ഹായ്. ഇതാണ് മൊത്തം തിരക്കാണ് ഇവിടെയൊക്കെ. ഇപ്പം തെന്നാലി എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ തെന്നാലി കഥകളൊക്കെ കേട്ടിട്ടില്ലേ, ഇതായിരിക്കാം. നമ്മുടെ വിരൂഭാഷ എന്ന ഒരു സമൂസ വന്നു. ഇപ്പോൾ ട്രെയിനിലെ ഒട്ടുമിക്ക ആൾക്കാരും സമൂസ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും കഴിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം നമുക്ക് കുറേ സാധനം നമ്മൾ കഴിച്ചിട്ട് കുറച്ച് അബദ്ധമായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ ഇത് അദ്ദേഹം സ്നേഹത്തോടെ വന്നതുകൊണ്ട് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. കുഞ്ഞു സമൂസയാണ്. ഒരെണ്ണത്തിന് 5 രൂപയേ ഉള്ളൂ. 20 രൂപയ്ക്ക് 4 എണ്ണം കിട്ടും. ഇത് വിജയവാഡ എത്തിയതേ ഉള്ളൂ. ഉള്ളതെല്ലാം വീണ്ടും കാലിയായി.
ഇനിയും വരുമായിരിക്കും തിരക്കൊക്കെ. ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഇറങ്ങിയിട്ട് സന്ധ്യയായി, ഇതുവരെ വിൻഡോ സീറ്റ് ഇരുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇരുന്നു. പക്ഷെ ഞാൻ മുകളിലോട്ട് തന്നെ പോവാ, കിടന്നുറങ്ങണ്ടേ, രാത്രിയായില്ലേ, രാത്രി ആവും പോലെ. दूर जितना भी तुम मुझसे, पास तेरे मैं, अब तो आदत सी है मुझको ऐसे जीने में, जिंदगी से कोई शिकवा भी नहीं है. നമ്മുടെ പഴയ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുകയാണ് ഈ ഭയ്യ, ചൺ ഭയ്യ. ചില സമയത്ത് റെയിൽവേ സ്റ്റേഷൻ ആകുമ്പം എൻ്റെ അഭിനയമാണ് കേട്ടോ ഇത്, ചിലപ്പോഴൊക്കെ വർക്ക് ആവാറുണ്ട്. ഇതേ നമ്മുടെ ഭയ്യാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നെ. ഭയ്യ ഹായ് പോലോ, മരം ഹായ് പോലോ, ഹായ് പോലോ. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്, കഥകിൻ മറവില് നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്, കുറുനിര പരത്തണ പെണ്ണ്. കണ്ട് രണ്ട് കണ്ണ്, കണ്ട് രണ്ട് കണ്ണ്. ഇപ്പോൾ ഒരു സമയം ഒരു 5 മണിയൊക്കെ ആയി. അപ്പം നല്ല തണുപ്പ് വന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ പുറത്തിരുന്നു. അതുപോലെ ഞാൻ കാണിച്ചു തരാം അതെല്ലാം. നമ്മൾ രാവിലെ ഇത്തരാസി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലെത്തി. അപ്പം ട്രെയിനിൻ്റെ മുൻവശം ഇതാണ് കേട്ടോ. നമ്മുടെ ട്രെയിനിലെ 2ാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ ഒരു യാത്രക്കാരനായിട്ട് ക്ഷണിക്കുകയാണ്. ഇനിയുള്ള ഒരു 3 മിനിറ്റ് നേരം ഞാൻ എന്താണോ കാണുന്നത് കേൾക്കുന്നത് അത് അതേപടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് സൗണ്ട്, നമ്മൾ മ്യൂസിക്കുകളൊന്നും ഉപയോഗിക്കണില്ല ഇനിയുള്ള ക്ലിപ്പുകളിൽ. പിന്നെ കളർ ഗ്രേഡേഷൻ, അതായത് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നമ്മൾ വ്ളോഗിൽ അല്ലെങ്കിലും നടത്താറില്ല കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് പോകാം. നർമ്മദ റിവറാണെന്നാണ് തോന്നുന്നത്. പുണ്യമായ ഒരു നദിയായിട്ടാണ് കണക്കാക്കുന്നത്. താഴെ ബലിയൊക്കെ ഇടുന്ന സ്ഥലം കാണാം. ഓ, എന്നാ വലിയ മലയാ. ട്രെയിനെ കയറി ഈ ദിവസമാണ് ഏറ്റവും കൂടുതൽ മലകളൊക്കെ കണ്ടു തുടങ്ങിയത്. അതായത് ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. ഇത് ഒരു ചരക്ക് ട്രെയിനാണ്. അതായത് ഗുഡ്സ് ട്രെയിനെന്നും കാർഗോ ട്രെയിനെന്നും ഫ്രീറ്റ് ട്രെയിനെന്നും ഒക്കെ പറയുന്ന ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. സാധാരണ അരി, ഗോതമ്പ്,
ധാന്യങ്ങൾ അല്ലെ മറ്റു സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകും കേട്ടോ. എന്തിന്, ട്രാക്ടർ പോലും കൊണ്ടുവന്ന ട്രെയിൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇപ്പം സമയം ഇന്നലെ 1 മണിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം രാത്രിയോടുകൂടി നമ്മൾ ഡൽഹി എത്തുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ജമ്മു എത്തും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞൊരു പേരിനുള്ളൊരു സാധനം കഴിച്ചു, പക്ഷെ അത്ര മെച്ചമില്ലായിരുന്നു. അതാ കേട്ടോ കാണിക്കാത്ത. ഈ വണ്ടിയിലെല്ലാം ഇന്നലെ കൽക്കരിയാണ് കേട്ടോ. ഇപ്പം സ്ഥലം ആഗ്രാക്കാണ്ടാവുന്നു. അപ്പം ഞാൻ നൈസായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വന്നു. കാരണം കഴിഞ്ഞ വട്ടം ഡൽഹി ആയപ്പോൾ ഒരുപാട് തിരക്ക് വന്ന് മുകളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ ഉള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കിടക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കൊരു സീറ്റുണ്ട്. നമ്മൾ വന്നപ്പോഴേ ഇവിടെ അടുത്താണ് വന്നിരുന്നത്. അപ്പം ഇങ്ങോട്ട് വന്നു. കാരണം ഇവിടെയാണ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ. രാവിലെ എണീക്കുമ്പം പഞ്ചാബ് ഭാഗങ്ങളുടെ പാടങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പം അത് ഇതിലൂടെ പകർത്തുകയും ചെയ്യാം, സ്വസ്ഥമായിട്ടിരിക്കുകയും ചെയ്യാം. അപ്പം എങ്ങനെയുണ്ട് ഐഡിയ? പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നല്ല തിരക്കായി കേട്ടോ. നല്ല വെജിറ്റബിൾ ഇന്നലെ പഫ്സ് കിട്ടിയിട്ടുണ്ട്. അതും സോസും ഉണ്ട്. കഴിച്ചു നോക്കാം. ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നല്ല ചൂടുണ്ട്. നല്ല രസമുണ്ട്. സമയം 9:15 ന്യൂഡൽഹി എത്തിയിട്ടുണ്ട് കേട്ടോ. जाने प्यार मेरा मैं करा इंतजार तेरा तू दिल तो या जान मेरी मैं तेनू समझावां की ना तेरे बाजू लग. ഇപ്പം സമയം ഒരു 7:54 ആയിട്ടുണ്ട്. 8:12 ആകുമ്പോൾ തന്നെ, അല്ല 8:13 ആകുമ്പോൾ തന്നെ നമ്മൾ ജമ്മു താവി എത്തും. നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ജമ്മു എത്തി. ചില ടെൻഷനുണ്ട്. ജമ്മുവിലൊന്ന് സ്റ്റേ ചെയ്യണം അതോ ഇവിടെ ഇപ്പോൾ ശ്രീനഗർ പോകണമെന്നുള്ള ഒരു ഡൗട്ടുണ്ട്. ನಾನು देखती ഈ പുറകെ കാണുന്നതാണ് ഹിമസാഗർ എക്സ്പ്രസ്. ഇത്തേലെ നമ്മൾ 3-ാം തീയതി രാത്രി കയറിയതാണ്. 3, 4, 5, 6,
ബാഗ് അവിടെ ഇരിപ്പുണ്ടോ എന്ന് നോക്കിയാണ്. അപ്പോൾ 6-ാം തീയതി രാവിലെ 8:30 ആയപ്പം നമ്മൾ ജമ്മു എത്തി. ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ജനറലയിൽ വന്നു. ഇപ്പോൾ തണുപ്പുണ്ട്, കഴിഞ്ഞ തവണ വന്ന പോലെയല്ല, കാറ്റടിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ തീരുന്നു. പക്ഷെ നമ്മുടെ യാത്രകളോ കാഴ്ചകളോ ഒന്നും ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ ശ്രീനഗറിലോട്ട് ചിലപ്പം പോവും, ചിലപ്പോൾ നമ്മൾ ജമ്മുവിൽ നിൽക്കും. ആകാംക്ഷയില്ലേ, എനിക്ക് ആകാംക്ഷ ഉണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഈ തവണ നമ്മൾ അടിച്ചിരിക്കും.